ജീവിതത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രാധാന്യം എത്രമാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള പെരിന്തൽമണ്ണയിലെ പൂന്താനം. അദ്ദേഹം ഭക്തികാവ്യം എഴുതി ജ്ഞാനപ്പാന എഴുതുന്ന അതേ സമയത്ത് തന്നെയാണ് കുഞ്ഞായി മുസ്ലിയാർ കപ്പപ്പാട്ട് എന്ന് പറയുന്ന ഭക്തിഗാനം എഴുതുന്നത്. ഒരേ കാലയളവിലാണ് എഴുതുന്നത്, പക്ഷേ ഒരേ വൃത്തം എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയോട് ചെയ്തതാണോ കുഞ്ഞായി മുസ്ലിയാരുടെ കപ്പപ്പാട്ടിനോട് മലയാളം ചെയ്തത് അല്ലെങ്കിൽ കേരള സമൂഹം ചെയ്തത് എന്നുള്ളത് കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ചിന്തിക്കണം എന്നുള്ളതാണ്. അത് നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ അത് കേരളം ചെയ്തതാണോ എന്നുള്ളതിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അറബി മലയാളം എന്ന് പറയുന്ന ഒരുപക്ഷെ ജോനക മലയാളം എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തോട് ഒപ്പം നിൽക്കുകയോ ഒരർത്ഥത്തിൽ അതിനേക്കാൾ മികച്ചു നിൽക്കുകയോ ചെയ്യുന്ന രീതിയിൽ ഒരു അറബി മലയാള സാഹിത്യം മലബാറിൽ പ്രത്യേകിച്ചും ഉണ്ടായ ഒരു സമയത്ത് എങ്ങനെയാണ് ഇങ്ങനെ ശുഷ്കിച്ച് ഇപ്പോൾ മദ്രസകളിലെ പാഠപുസ്തകങ്ങളിൽ മാത്രമായി അറബി മലയാളം ഒതുങ്ങിപ്പോയി എന്നുള്ളത് പിന്നെ നമ്മുടെ ഈ ഒരു മാപ്പിളയുടെ മലയാളം എന്ന ഒരു വിഷയത്തിൽ ചിന്തിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിൽ നമ്മൾ ഈ രണ്ട് തരത്തിൽ ഈ അറബി മലയാളത്തിൻ്റെ കാലത്തെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. ഒന്ന്, അധിനിവേശ കാലത്ത് പിന്നെ അറബി മലയാളത്തിൽ ഒരുപാട് പടപ്പാട്ടുകളും അതേപോലെ ഇവിടെ ഉണ്ടായിരുന്ന സമരങ്ങളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി ഒട്ടേറെ സമരഗാനങ്ങൾ അറബി മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അന്ന് ഒരുപാട് വീടുകളിൽ രാത്രികളിലും അതേപോലെ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പും ഈ കലാപത്തിന് പുറപ്പെടുന്ന ആളുകളെ പ്രചോദിപ്പിക്കാനും മറ്റ് വീട്ടിലുള്ള സഹധർമ്മിണികളെ സാന്ത്വനിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒട്ടേറെ ഇതേപോലുള്ള പടപ്പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ആ ഒരു അധിനിവേശ കാലത്ത് അത് ഒരു പ്രതിരോധത്തിൻ്റെ സാഹിത്യമായിട്ടാണ് യഥാർത്ഥത്തിൽ അറബി മലയാളം വന്നത്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സ്വത്ത് നിർമ്മാണത്തിൻ്റെ അധിനിവേശാനന്തരം ഒരു സ്വത്ത് നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലേക്ക് നമ്മുടെ ഈ അറബി മലയാളം എന്ന് പറയുന്ന സാഹിത്യം വന്നപ്പോൾ ശരിക്കും അതിൽ കനപ്പെട്ട രചനകളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അറബി മലയാള സാഹിത്യം ഇങ്ങനെ ശോഷിച്ചു പോകാനുള്ള ഒരു കാരണമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്ന്, വളരെ പ്രധാനമായി നമ്മൾ ഈ കാലത്ത് വിചാരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് അറബി മലയാള സാഹിത്യം പൊതുസമൂഹത്തോട് സംസാരിച്ചില്ല എന്നുള്ളതാണ്. അതായത് ഈ അറബി മലയാളം അറിയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള കുറച്ച് ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന അല്ലെങ്കിൽ അവർക്ക് മാത്രം അനുഭവവേദ്യമാവുന്ന ഒരു സാഹിത്യമായി അറബി മലയാളം മാറുകയും ഒരു പൊതു മലയാളം എന്ന് പറയുന്ന ജോനക മലയാളം എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വന്ന നമ്മുടെ ഇപ്പോഴത്തെ മലയാളം എന്ന് പറയുന്ന ആ ഒരു മലയാളം പൊതുസമൂഹത്തിൻ്റെ ഭാഷയായി മാറുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ഇത് പഠിച്ചവർക്ക് അല്ലെങ്കിൽ ഇത് മനസ്സിലാവുന്നവർക്ക് മാത്രം പറയാനും കേൾക്കാനും എഴുതാനും ആസ്വദിക്കാനും പറ്റുന്ന ഒരു സാഹിത്യ ഉപവിഭാഗമായി അറബി മലയാളം മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എവിടെയൊക്കെ അതായത് സംസ്കാരങ്ങൾ ഭാഷയാണെങ്കിലും സംസ്കാരമാണെങ്കിലും മതങ്ങളാണെങ്കിലും ഒക്കെ എവിടെയൊക്കെ ജയിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഭാഷയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. ആ ഭാഷ എന്ന് പറയുന്നത് ആ ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഷയായിരിക്കണം. പൊതുസമൂഹത്തെ ഏതൊക്കെ രീതിയിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ ആ ഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ നമുക്ക് ഒന്നുകിൽ ആ മതത്തിനോ അല്ലെങ്കിൽ ആ ഒരു സാഹിത്യ രൂപത്തിനോ അല്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തിനോ നിലനിൽപ്പും അതിൽ നിന്നുള്ള ഒരു ക്രമേണയുള്ള വളർച്ചയും ഉണ്ടാവുകയുള്ളൂ എന്ന് അറബി മലയാളം നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളത്. മാത്രമല്ല നമ്മൾ പിന്നെ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ പല കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് ഈ അറബി മലയാളത്തിൻ്റെ അധിനിവേശ കാലത്ത് വല്ലാത്ത ഒരു സ്ത്രീ മുന്നേറ്റം മലബാറിൽ പ്രത്യേകിച്ചും കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക, കാരണം അതും ഇതിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഈ അധിനിവേശ സമയത്ത് ഒരുപാട് വനിതകൾ അറബി മലയാളത്തിൽ കവിതകൾ എഴുതുകയും പടപ്പാട്ടുകൾ എഴുതുകയും മാത്രവുമല്ല ഇവിടെ നിന്ന് പിന്നെ കലാപകാലത്ത് ജയിലുകളിലേക്ക് കൊണ്ടുപോയ സഹോദരന്മാരെയും ഉപ്പമാർക്കും ഇവിടെയുള്ള ഉമ്മമാരും അവരുടെ സഹോദരിമാരും കത്തുകൾ എഴുതിയിരുന്നത് അറബി മലയാളത്തിൽ കവിതകളായിട്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കത്തുകൾ സമാഹരിച്ചിട്ട് കത്തുപാട്ടുകൾ പിന്നെ അറബി മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചും അതിന് മറുപടി എഴുതുന്ന സാധാരണ നമ്മൾ കത്തെഴുതുന്ന രൂപത്തിലല്ല, മറിച്ച് കത്തുപാട്ടുകളിലൂടെയായിരുന്നു. എന്ന് മാത്രമല്ല വലിയ വലിയ സ്ത്രീ മുന്നേറ്റങ്ങൾ ഇപ്പോൾ തിരുവല്ലയിൽ 1930കളിൽ നടന്നിട്ടുള്ള KP ഹലീമയുടെ നേതൃത്വത്തിലൊക്കെ നടന്നിട്ടുള്ള പിന്നെ വലിയ സ്ത്രീ മുന്നേറ്റമൊക്കെ ഈ പറയുന്ന അധിനിവേശ കാലത്തിൻ്റെ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ ഈ പറയുന്ന അറബി മലയാളം കൂടി ഭാഗവാക്കായുള്ള ഒരു സ്ത്രീ മുന്നേറ്റമാണ്. അന്ന് അവിടെ നടന്നിട്ടുള്ള പിന്നെ കേരളത്തിൽ നിന്ന് പല ദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മലബാറിൽ നിന്നൊക്കെ ഒരുപാട് സ്ത്രീകൾ അങ്ങോട്ട് പോയിരുന്നു. തിരുവല്ലയിൽ നടന്നിട്ടുള്ള ചരിത്രപ്രധാനമായ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അവർ ഒരു 10ഓ 15ഓ അന്നത്തെ SRCP ഭരണകൂടത്തിന് അവരുടെ സ്ത്രീകളുടെ ആവശ്യങ്ങൾ തന്നെ എഴുതി കൊടുക്കുകയും
ചെയ്തു എന്ന് മാത്രമല്ല, അവർ പിറ്റേ വർഷം അവർ നടത്തിയ വാർഷിക സമ്മേളനത്തിൻ്റെ റിപ്പോർട്ടിൽ ഈ പറയുന്ന 15 ആവശ്യങ്ങളും SRCP ഗവൺമെൻറ് അംഗീകരിച്ചു എന്നുള്ളത് അവരുടെ മുന്നേറ്റത്തിൻ്റെ വലിയ വിജയഗാഥയായിട്ട് അവരുടെ റിപ്പോർട്ടിലൊക്കെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുക. ഈ PK ഹലീമ എന്ന് പറയുന്നത് മലയാളത്തിൽ ആദ്യത്തെ വനിതാ മാധ്യമ പ്രവർത്തകയാണ്. അതായത് ഭാരതചന്ദ്രിക എന്ന് പറയുന്ന ദിനപത്രം ഇറക്കിയ ചീഫ് എഡിറ്ററാണ്. അവരുടെ സബ് എഡിറ്റർമാരായി പ്രവർത്തിച്ചവർ ആരായിരുന്നു എന്ന് നോക്കുമ്പോൾ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ എത്രമാത്രം പുഷ്കലമായ സുന്ദരമായ ഒരു കാലമാണ് കഴിഞ്ഞു പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ സബ് എഡിറ്ററുമായി പ്രവർത്തിച്ചത് സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീറായിരുന്നു. P. ലീലാവതി ഗുപ്തൻ നായർ പോലെയുള്ള, അല്ലെങ്കിൽ തകഴി ശിവശങ്കര പിള്ളയെ പോലെ, ONV കുറുപ്പിനെ പോലെ ലബ്ധപ്രതിഷ്ഠരായ മലയാളത്തിലെ വലിയ തലമുതിർന്ന എഴുത്തുകാരായിരുന്നു PK ഹലീമയുടെ കീഴിൽ പത്രാധിപ സമിതി അംഗമായി പല കാലങ്ങളിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഈ ഒരു കാലത്ത് തന്നെയാണ്, അതായത് അധിനിവേശ കാലത്ത് തന്നെയാണ്, ഈ അറബി മലയാളം പുഷ്കലമായി നേരിട്ട ഈ ഒരു സമയത്ത് തന്നെയാണ് സ്ത്രീ മുന്നേറ്റം വലിയ രീതിയിൽ മലബാറിലും കേരളത്തിലും ഉണ്ടായത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിൻ്റെ ഒരു കാരണം കൂടി ഞാൻ കാണുന്നത്, എഴുത്തും സാഹിത്യവും സർഗാത്മകതയും എവിടെ കൂടുതൽ പുഷ്കലമായി അല്ലെങ്കിൽ സജീവമായി വരുന്നുണ്ടോ അവിടെയൊക്കെ സ്ത്രീ മുന്നേറ്റങ്ങളും ഇതേപോലെ മനുഷ്യ മുന്നേറ്റങ്ങളും കൂടുതലുണ്ടാവുകയും ആ ഭാഷയിലൂടെ പൊതുസമൂഹത്തോട് അവർക്ക് സംസാരിക്കാനും സംവദിക്കാനും കഴിയുമ്പോൾ ആ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനും കഴിയുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വിഷയ സംബന്ധമായിട്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയാം. താങ്ക് യു. ചോദ്യങ്ങൾ അവസാനത്തിലേക്ക് മാറ്റിയതുകൊണ്ട് തന്നെ അടുത്ത പ്രഭാഷകനെ ക്ഷണിക്കുകയാണ്. അഖിൽ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾക്ക് 3 പേർക്കും പരസ്പര ബന്ധമില്ലാത്ത 3 വിഷയങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. സാധാരണ എവിടെയെങ്കിലും ചർച്ചാവേദിയിൽ ചെല്ലുമ്പോൾ ഒരു വിഷയമായിരിക്കും. ഞാൻ 3 പേർക്കും അഭിപ്രായങ്ങൾ പറയാൻ പറ്റും, നമ്മുടെ എക്സ്പീരിയൻസിൽ പറയാൻ പറ്റും, അനുഭവങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കാം. അപ്പം ഇദ്ദേഹം പറഞ്ഞ കണക്ക് തീരദേശത്തിനെ പറ്റി പറഞ്ഞു, അദ്ദേഹം മാപ്പിള എഴുത്തിനെ പറ്റിയിട്ടും ഹിസ്റ്ററി ഒരുപാട് പറഞ്ഞു. എനിക്കറിയാത്ത പല കാര്യങ്ങളായിരുന്നു, ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് കേട്ടിരുന്നത്. പക്ഷെ അതും രസമായിട്ട് തോന്നി. അതായത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് തരുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇരുന്ന് കേൾക്കുകയാണ്, എനിക്ക് പുതിയ അറിവുകൾ കിട്ടുകയാണ്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തന്നിട്ടുള്ളത് സാഹിത്യത്തിലെ പുതിയ വായന, അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ റാം കെയർ ഓഫ് ആനന്ദി അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ബുക്സ് വായിച്ചവരെ ഉണ്ടോ? ഒന്ന് കൈവക്കാവോ? വളരെ സന്തോഷം. ഇത്രയും പേര് എൻ്റെ പുസ്തകം വായിച്ചത് അല്ലെങ്കിൽ ഞാൻ എഴുതിയത് വായിച്ചു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനെങ്ങനെ എഴുത്തുകാരനായി എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെറുപ്പത്തിൽ കൂട്ടുകാരോട് കഥ പറയുമായിരുന്നു. സ്കൂളിലൊക്കെ പോയിട്ട് നാട്ടിൽ ചേട്ടന്മാർ പറയുന്ന പ്രേതകഥകളൊക്കെ പോയിരുന്നിട്ട് സ്കൂളിൽ പോയിരുന്ന് നമ്മൾ കഥ പറയുമ്പോൾ കേൾക്കാനായിട്ട് ആൾ കൂടും. അപ്പോൾ നമ്മൾ സ്റ്റാറാണ് ക്ലാസ്സിലെ. അപ്പോൾ ആദ്യം ഒരു 5-6 പേര് കേട്ട് കഴിയുമ്പോൾ പിന്നെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് ഇവർ അടുത്ത ക്ലാസ്സിൽ നിന്നൊക്കെ വരും. അപ്പോൾ നമ്മൾ ഒരേ കഥ പറഞ്ഞ് മടുത്തപ്പോൾ ഞാനിത് എൻ്റെ റഫ് നോട്ടിൻ്റെ ബാക്കിൽ എഴുതി തുടങ്ങി. പിന്നെ ഈ ബുക്ക് പോയി കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എഴുതാനായിട്ട് എന്തോ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് ഈ എഴുത്ത് ഞാൻ മെച്ചപ്പെടുത്തിക്കൊണ്ടുവന്നു. ആ സമയത്തൊന്നും എനിക്ക് ലൈബ്രറി മെമ്പർഷിപ്പ് ഇല്ല. മലയാള സെക്കൻഡിലെ കഥകൾ, വികൃതിരാമൻ അങ്ങനെയുള്ള കഥകളൊക്കെ മാത്രമേ പഠിച്ചതുകൊണ്ട് വായിച്ചിട്ടുള്ളൂ. അല്ലാതെ എനിക്കൊരു വായനാ സമ്പത്തും ആ സമയത്തില്ല. അപ്പം ഞാൻ എന്തെടുക്കും, ഈ പറയുന്ന രീതി, ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന രീതി തന്നെ ഞാൻ എൻ്റെ ബുക്കിൻ്റെയൊക്കെ ബാക്കിൽ എഴുതി വെക്കും. അപ്പോൾ ഇത് കൂട്ടുകാരിങ്ങനെ വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും അവരുടെ മുഖത്ത്. പ്രേതകഥയാണെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കും അവരുടെ മുഖത്ത് പേടി വരുന്നുണ്ടോ. വരുന്നില്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ചേർക്കും അതിൻ്റെ അകത്ത്. മനസ്സിലായി? ഇപ്പോൾ ചേട്ടന്മാർ പറഞ്ഞതിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നതാണെങ്കിൽ ചേർക്കും. അപ്പോൾ അവരുടെ മുഖത്ത് പേടി വരുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എഴുത്തുകാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൊടിപ്പും തൊങ്ങലുമൊക്കെ വെച്ചിട്ട് എഴുതിയാൽ മാത്രമേ കുറച്ച് ഇത് വർക്കൗട്ട് ആകത്തുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ എഴുത്തിലേക്ക് വരുന്നത്. പക്ഷേ കുടുംബത്തിൽ നിന്ന് ഭയങ്കര ഇതായിരുന്നു, പ്രതിഷേധമായിരുന്നു. ഞാൻ എഴുത്തുകാരനാവണമെന്ന് ഞാൻ കൊച്ചിലെ തന്നെ ഞാൻ പറഞ്ഞു എനിക്കൊരു എഴുത്തുകാരനാവണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ പ്രതിഷേധമാണ്. എന്തിനും എഴുത്തുകാരനാവണം? എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു തീരദേശ സ്ഥലം തന്നെ, ഗ്രാമം തന്നെ, പാതിരപ്പള്ളി, ആലപ്പുഴയിൽ. അപ്പോൾ ഞാൻ പഠിച്ചതെല്ലാം തീരദേശ മേഖലയിൽ തന്നെ, സ്കൂളുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ 1-2 എഴുത്തുകാരുണ്ട്. അപ്പോൾ അതിങ്ങനെ മുന്നേ ഉള്ള എഴുത്തുകാർ ചെയ്തു വെച്ചിട്ട് അവരൊന്നെങ്കിലും എവിടെയെങ്കിലും കള്ളുപിടിച്ച് കിടക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ അവരുടെ വസ്ത്രം ഒക്കെ കാണുമ്പോൾ അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ പേടിയായി, ഇവൻ ഇനി കഞ്ചാവൊക്കെ അടിച്ചല്ലെങ്കിൽ കള്ളുപിടിച്ച് എവിടെയെങ്കിലുമൊക്കെ കിടക്കുമോ, അതായിരിക്കുമോ എന്ന്.
അപ്പോൾ അച്ഛൻ ആദ്യം തന്നെ പറഞ്ഞു, നീ എഴുത്തുകാരനാവത്തില്ല, നീ പഠിച്ചാൽ മതി, ഇതാണ് നിൻ്റെ ജോലി എന്ന് പറഞ്ഞു. അപ്പോൾ ശരി അങ്ങനെയാണെന്ന് വിചാരിച്ച് ഞാൻ പഠിക്കുന്നു. അതിനൊപ്പം തന്നെ എഴുത്തും കൊണ്ടുപോയി. അതേസമയം ഞാൻ ഈ കഥകളുണ്ടല്ലോ, കഥകൾ ഞാൻ സ്വന്തമായിട്ട് ചിന്തിച്ച് എഴുതാൻ തുടങ്ങി. ഈ കേൾക്കുന്ന കഥകളല്ലാതെ സ്വന്തമായിട്ട് കഥകൾ എഴുതി തുടങ്ങി. അപ്പോഴും അറിയില്ല നോവലാണെന്നറിയില്ല. 1-2 പേജുകൾ ഓരോ ദിവസം എഴുതും. അങ്ങനെ എഴുതി 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 ഒരു റഫ് നോട്ട് ഫുള്ളാവും. അപ്പോൾ ഇത് വായിക്കാനായിട്ട് എൻ്റെ കൂടെ ഉള്ള അബി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു ദിവസം കഥ എഴുതിയിട്ടില്ലെങ്കിൽ ഇവൻ എനിക്ക് ഇടി തരും. അപ്പോൾ അവനെ പേടിച്ചിട്ടാണ് ഞാൻ കഥ എഴുതുന്നത്. അങ്ങനെ ഒരു 5-6 നോവലടക്കം ഞാനിത് വീട്ടിൽ വെച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഞാൻ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അച്ഛൻ അതെല്ലാം എടുത്തിട്ട് കത്തിച്ചു. അച്ഛൻ പറഞ്ഞ് കഥ എഴുതണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഭയങ്കര സങ്കടമായി. പിന്നീട് ഈ കഥ എഴുതിയിട്ട് ഞാൻ എന്തെടുക്കും, ബെഡിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെക്കും. ഇത് ഒരു 7ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ സമയത്താണെന്ന് തോന്നുന്നു. ഇതുപോലെ തന്നെ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഇതെല്ലാം എടുത്തിട്ട് ആക്രിക്കാർക്ക് കൊടുത്തു ബുക്ക്. അപ്പം ഞാൻ ആലപ്പുഴയിൽ ആ ഏരിയയിലുള്ള പല കടകളിലും പോയിട്ട് എൻ്റെ ബുക്ക് അന്വേഷിച്ചു. കാരണം എൻ്റെ കഥകളാണ്, കുറേ നാളെടുത്ത് എഴുതിയതാണ്. ഒന്നും കിട്ടിയില്ല, തിരിച്ചു കിട്ടിയില്ല. അപ്പം എനിക്ക് വാശിയായി. അതായത് നമ്മളെ ആരെങ്കിലും ചലഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചലഞ്ചിങ് ഉണ്ടാകത്തുള്ളൂ. എനിക്ക് എഴുത്തുകാരനാവണം എന്നെനിക്ക് തോന്നി. ഞാൻ പോയിട്ട് കയ്യിൽ പച്ച കുത്തി, റൈറ്റർ എന്നും പറഞ്ഞിട്ട്. അതിന് ഒരുപാട് അടി കിട്ടി. ഇത് എപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ. ഒരുപാട് അടി കിട്ടി. അപ്പോൾ പറഞ്ഞ് എന്തൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഭയങ്കര പ്രതിഷേധം വീട്ടിൽ നിന്നിട്ട്. ഇതിന് ശേഷം ഞാൻ എൻ്റെ ഫസ്റ്റ് നോവൽ +2 വെക്കേഷൻ സമയത്ത് 17 വയസ്സിലാണ് എഴുതുന്നത്. ഓജോപോട്ട് ഇത് അവിടെ സ്റ്റാളിലിരിപ്പുണ്ട്. എഴുതി കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ആദ്യമേ DC ബുക്സിൽ കൊണ്ടുപോയി. DC ബുക്സിൽ കൊണ്ടുപോയിട്ട് ഇത് കൊടുത്തു. അവർ പറഞ്ഞു പൊയ്ക്കോ, നമ്മൾ മറുപടി അയക്കാമെന്ന് പറഞ്ഞു. അഡ്രസ്സും കൊടുത്തു. മറുപടി വന്നു, നിലവാരമില്ലാത്ത കഥയെന്ന് പറഞ്ഞു. അത് റിജക്റ്റ് ചെയ്തു. പിന്നെ ഇത് ഞാൻ മാതൃഭൂമിയിൽ അയച്ചു, മനോരമയിൽ അയച്ചു, ചെറിയ പല പബ്ലിഷിംഗ് കമ്പനികൾക്ക് അയച്ചു. എല്ലാവരും റിജക്റ്റ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ശരിയായിരിക്കാം, ഞാൻ തെറ്റിദ്ധരിച്ചതാണ്, എനിക്ക് എഴുതാനായിട്ട് കഴിവുണ്ട് എന്ന് വിചാരിച്ചു. എഴുത്ത് നിർത്തി. ഒരു 2 വർഷത്തോളം ഒന്നും എഴുതിയില്ല. ആ സമയത്ത് തന്നെ മെർക്കുറിയലുണ്ട്, അതും അവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ എഴുതുന്നുണ്ട്.